ഏറ്റവും വില കുറഞ്ഞ AC എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഒരു AC എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമസ്കാരം. ഇപ്പോഴത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ AC കുറിച്ച് ചിന്തിക്കുന്നു. ആൾക്കാർ AC എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. പക്ഷേ AC എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, AC എടുക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ AC എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ലെവലിലേക്ക് പോകരുത്. ഒരു AC എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു AC സംബന്ധിച്ചിടത്തോളം 2 യൂണിറ്റ് ആണുള്ളത്. ഒന്ന് ഇൻഡോർ യൂണിറ്റ്, ഒന്ന് ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പം നമുക്ക് ഒരു 5 വർഷം മുമ്പൊക്കെ ഇൻവേർട്ടർ ടെക്നോളജി എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇലക്ട്രോണിക് ബോർഡൊന്നും ഈ ഇൻഡോർ യൂണിറ്റിനകത്തോ അല്ല ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അകത്തോ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻവേർട്ടർ ടെക്നോളജി വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു മദർ ബോർഡ് ഇൻഡോർ യൂണിറ്റും ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ AC ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടുന്ന AC ആയിരിക്കണം. ഫുൾ വാറണ്ടി എത്ര വർഷം കിട്ടുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കണ്ടൻസർ യൂണിറ്റ് കോപ്പർ ആണോ മറ്റേതെങ്കിലും മെറ്റീരിയൽ ആണോ എന്നറിയണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തിരക്കേണ്ട കാര്യം, ഈ മദർ ബോർഡ് ഇൻഡോർ യൂണിറ്റിലെയും ഔട്ട്ഡോർ യൂണിറ്റിലെയും മദർ ബോർഡിന് കംപ്ലൈന്റ് വന്നാൽ ആ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകും എന്ന് നിങ്ങൾ ചോദിച്ചിരിക്കണം. കാരണം നോർമലി ഔട്ട്ഡോർ യൂണിറ്റിൽ ഒരു മദർ ബോർഡ് പോയിട്ടുണ്ടെങ്കിൽ അതിന് 8,000 മുതൽ 14,000 രൂപ വരെയും വിലയുണ്ട്. അത് ഓരോ കമ്പനിയുടെ മദർ ബോർഡിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അതുപോലെ തന്നെ ഇൻഡോർ യൂണിറ്റിൽ മദർ ബോർഡിന് 4,000 മുതൽ 6,000 രൂപ വരെയും വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ AC എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു മദർ ബോർഡ് പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വരും എന്നുള്ള കാര്യം ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 8,000 മുതൽ 14,000 രൂപ വരെയും വിലയുണ്ടെന്ന്. അപ്പോൾ ഒരു 12,000 രൂപ വരുന്ന ഒരു മദർ ബോർഡ് എക്സ്റ്റേണലിലെയും അതുപോലെ തന്നെ ഇന്റേണലി ഒരു 5,000 രൂപ വരുന്ന ഒരു മദർ ബോർഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സ്റ്റേണൽ മദർ ബോർഡ് പോയിട്ടുണ്ടെങ്കിൽ ഒരു 70% ഇന്റേണൽ മദർ ബോർഡും, അതായത് ഇൻഡോർ യൂണിറ്റിലെ മദർ ബോർഡും പോയിട്ടുണ്ടാകാം. അപ്പൊ ഇത് രണ്ടും കൂടി മാറുമ്പം ഇപ്പൊ 12,000, 5,000, 17,000 രൂപ നമുക്ക് ചെലവ് വരികയാണ്. അപ്പൊ ഈ 17,000 രൂപ ചെലവ് വരുമ്പോൾ ഇതിന്റെ വാറന്റി അവർ തരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൈസ, നിങ്ങൾക്കറിയാം ഒരു പുതിയ AC വാങ്ങണമെങ്കിൽ ഇപ്പൊ 23,000 മുതൽ 25,000 രൂപ വരെ 1 ടൺ AC വില വരുന്നുണ്ട്. അപ്പൊ പുതിയ AC മേടിച്ചു വെച്ചേക്കുമല്ല അപ്പൊ ലാഭം. അപ്പം ഈ പറയുന്ന ഒരു പുതിയ AC നിങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ വക കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഒരു ഉൽപ്പന്നം വാങ്ങാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.